ഒരു ചെറുപ്പക്കാരന് സൈബർ ലോകത്തോട് എന്തൊക്കെ പറയാനുണ്ടാകും? കണ്ടിറങ്ങിയ സിനിമ, ഉള്ളിലെ രാഷ്ട്രീയം, സാമൂഹിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടാകും. തൃശ്ശൂരിലെ മനോജും വ്യത്യസ്തനല്ല. പക്ഷേ മനോജ് മാത്രം കാണുന്ന ചില കാഴ്ചകളുണ്ട്, കേൾക്കുന്ന ശബ്ദങ്ങളുണ്ട്. മനോജിന് മാത്രം ചിന്തിക്കാനും ചിലതുണ്ട്. മനോജ് എഴുതുന്നു, ഉണ്ണാൻ പഴയ അരി, കുടിക്കാൻ പച്ചവെള്ളം, ചാരിയിരിക്കാൻ ഒരു തലയണ, ആനന്ദമേ ആനന്ദം. നേരമ്പോക്കനെഴുതിയ വരികളല്ലെന്ന് മനോജിനെ അറിയുന്നവർക്കറിയാം. അങ്ങനെ തന്നെയാണ് മനോജ് കരിങ്ങാമഠത്തിലിന്റെ ജീവിതം. സ്വച്ഛസുന്ദരമായ ചുറ്റുപാടുകൾ, മഴയും മഞ്ഞും കാറ്റും കണ്ട് എപ്പോഴും പ്രകൃതിക്കൊപ്പം. ആ പ്രകൃതിയെ സൈബർ ലോകത്തേക്ക് ആനയിക്കുകയാണ് മനോജ്. ഒപ്പം പൂർവികരുടെ സംഭാവനകളെ വണങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അവ പരിചയപ്പെടുത്തി കൊടുക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഹൈടെക് സാങ്കേതിക വിദ്യകളുടെ കാലത്ത് കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകുന്ന കാഴ്ചകൾ പകർത്തിയെടുത്ത് സൂക്ഷിക്കാൻ അതേ സാങ്കേതിക വിദ്യ തന്നെ മനോജ് പ്രയോഗിക്കുന്നു. IT പ്രൊഫഷണലായ കൃഷിക്കാരനെന്ന് മനോജിനെ പറയാം. ജനിച്ചതും വളർന്നതും കൃഷി സംസ്കാരത്തിന്റെ നിറക്കാഴ്ചകളിലായതിനാൽ കൃഷിക്കാരനാകാതെ വയ്യെന്ന് മനോജ് പറയും. അടാട്ടെ കോൾപ്പാടത്ത് കൃഷിക്കായി ഏറെ നേരം ചെലവഴിക്കുമ്പോൾ ആ ഏകാന്ത നിശബ്ദതയിൽ പ്രകൃതിയെ അടുത്തറിയുകയായിരുന്നു മനോജ്. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലതിനും പാടത്തോട്ട് വരുമ്പോൾ കുറച്ച് ദൂരം അധികം വളഞ്ഞ വഴിക്ക് വന്ന് പരമാവധി പക്ഷികളെ കാണുക. ഇപ്പോൾ അതിന് മുമ്പ് ഒരു 1.5 വർഷം മുമ്പാണ് ക്യാമറ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ക്യാമറ വാങ്ങിച്ചോട് കൂടിയിട്ട് പക്ഷി നിരീക്ഷണം കുറച്ചും കൂടി അത് അവിചാരിതമായിട്ട് എത്തിപ്പെടുന്നതാണ്. കാരണം പക്ഷികളുടെ പടം എടുത്ത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറേ ആൾക്കാർ അതിനെ ഇപ്പോൾ അറിയാത്തൊരു പക്ഷീനെ ഇടുമ്പോൾ അതിനറിയുന്ന ആൾക്കാർ അതിന് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്തു തരും. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു പുതിയ പക്ഷിയെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഓരോ പുതിയ പക്ഷികളെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു സ്വയം പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഇതിൽ നടക്കുന്നുണ്ട്. മകനെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു മനോജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. അതുതന്നെയാണ് പഠിച്ചു തുടങ്ങിയതും. പക്ഷേ പൂർത്തിയാകുന്നതിന് മുമ്പ് മനസ്സ് കൃഷിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ മനോജ് കൂട്ടുകാരുമൊത്ത് കോൾപ്പാടത്ത് വിത്ത് വിതയ്ക്കാനിറങ്ങി. അതിനിടയിൽ ചില ഒച്ചയും അനക്കവും കണ്ണിൽപ്പെട്ടു. ആ കോൾപ്പാടത്ത് ഒരുപാട് കൂട്ടുകാരെ കണ്ടെത്തുകയായിരുന്നു മനോജ്. നിറക്കൂട്ടുകളുടെ പറന്നിറങ്ങലായി ചിത്രശലഭങ്ങൾ, അതിരുകളില്ലാത്ത ആകാശത്തെ സ്വതന്ത്ര സഞ്ചാരികൾ, കൂവിയും കുറുകിയും നാട്ടുകൂട്ടർ വേറെ. എല്ലാവരും എപ്പോഴും മനോജിനു ചുറ്റുമുണ്ട്. വെറുതെ കണ്ടിരിക്കാനല്ല പക്ഷേ മനോജിന് തോന്നിയത്. ഒരിക്കൽ കണ്ട കിളിയും പൂമ്പാറ്റയുമല്ല രണ്ടാം കാഴ്ചയിലെന്നറിയുമ്പോൾ ഇവരൊക്കെ ആരാണെന്ന ആകാംക്ഷയായി. അങ്ങനെ ഓരോ പൂമ്പാറ്റയുടെയും കിളിയുടെയും പിന്നാലെ സഞ്ചാരം തുടങ്ങി. ഏകദേശം 10-80 തരം പൂമ്പാറ്റകളുടെ പടങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ചുറ്റും, എൻ്റെ വീടിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാടത്തും ഇതൊക്കെ വന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പക്ഷിയിലോട്ട് എത്തുന്നത്. താൻ കാണുന്ന പക്ഷികളൊക്കെ ഏത് നാട്ടുകാരെന്നറിയാനായി ഇന്റർനെറ്റിൽ മണിക്കൂറുകളോളം തിരഞ്ഞു. അങ്ങനെ അവരുടെ സ്പീഷീസും പ്രത്യേകതകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങി. അതോടെ അതൊരു പാഷനായി വളർന്നു. ഞാനിപ്പോഴും തുടക്കത്തിലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 500-ലധികം പക്ഷികൾ കേരളത്തിൽ മൊത്തമുണ്ട്. ഞാൻ 180-190 പക്ഷികളുടെ അടുത്താണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനി എനിക്ക് കാണാനുള്ള പക്ഷികൾ ഇനി കിടക്കുവാണ്. ഇനിയുള്ള എന്താ പറയുക വഴി, ഇനി എവിടെ പോകുമ്പോഴും നമ്മൾ പക്ഷികൾക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കും. പുതിയൊരു പക്ഷീനെ കിട്ടുമോ, അതിനെ ഫോട്ടോ എടുക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ലിസ്റ്റിലോട്ട് ഞാൻ കണ്ട പക്ഷികൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ പക്ഷി ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് തന്നെയുണ്ട് എനിക്ക് ഗൂഗിൾ പ്ലസ്സിൽ. കാരണം ആ പക്ഷി ജീവിതം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള എൻ്റെ പക്ഷികളുടെ ഈ പറഞ്ഞ ബേർഡിങ് തുടങ്ങിയ മുതലുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സ്വച്ഛതയും ആനന്ദവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. പക്ഷേ മനോജിനത് കഴിയുന്നുണ്ട്. ആ ആനന്ദം മനോജിന് ചുറ്റുമുള്ളതിനാൽ മനോജിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സുഹൃത്തുക്കളും എത്തുന്നു. മനോജിനെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വന്നു. അങ്ങനെ കണ്ട്
ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാം ഉണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കിളികളുണ്ട്. പക്ഷേ എനിക്കാരും ഒന്നിനും അറിയത്തില്ല, കാക്കയല്ലാതെ വേറെ കിളി എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ മനോജിൻ്റെ കൂടെ നടന്നു. അങ്ങനെ പിന്നെ വിക്കിപീഡിയ, മനോജ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നതേ ഉള്ളൂ. അടാട്ട് കേന്ദ്രീകരിച്ചു തുടങ്ങിയ പക്ഷി നിരീക്ഷണം മനോജ് പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പക്ഷി ഗവേഷകരുടെയും നിരീക്ഷകരുടെയും ഇഷ്ടസങ്കേതമാണ് തൃശ്ശൂരെ അടാട്ട്. മനോജിന് ഒരു മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മനോജ് ഇങ്ങനെ പറയും, ഇപ്പോൾ ദൂരെ നിന്ന് കാണുകയാണെങ്കിൽ അത് പ്രാണീനെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അത് താഴേന്ന് കൊത്തിപ്പെറുക്കുമ്പോൾ അത് മീനാണ്, അല്ലെങ്കിൽ ആ ഒരു കൊക്കിലുള്ള ആ ഒരു വസ്തുവിൻ്റെ വലിപ്പം വെച്ചിട്ട് മനോജ് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ വിശദീകരിക്കാൻ അറിയില്ലെങ്കിലും ഈ ദേശത്തിലെ പക്ഷികളെക്കുറിച്ച് പഴയ തലമുറക്കാരും ആവേശത്തോടെ പറഞ്ഞു തരും. കിളികൾ എല്ലാ പക്ഷികളും വരും, വിദേശാടന പക്ഷികളൊക്കെ വരാറുണ്ട്. എരണ്ട കൂട്ടം അവർ കൂടുതൽ വരിക ഞവനി തിന്നാൻ വേണ്ടിയിട്ട്, വേണ്ടതുണ്ടാവും ഇവിടെ. ഇത് കൊക്കൊക്കെ മറ്റേതൊക്കെ ചേക്കേറി പോയി വന്നതിലൊക്കെ. കൃഷി നഷ്ടമാണെന്ന് വിലപിക്കുന്നവർക്ക് ഓൺലൈൻ സാധ്യതകൾ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്നു മനോജ്. ഒപ്പം നാട്ടറിവുകളും നാട്ടുകാഴ്ചകളും കോർപ്പറേറ്റുകൾ കൈയടക്കുന്നതിനു മുമ്പ് അവ നിലനിർത്താനും ശ്രമിക്കുന്നു. ആ കൂട്ടായ്മയിലും സജീവ പ്രവർത്തകനാണ് മനോജ് കരിങ്ങാമ്പടത്തിൽ. ജനിച്ചപ്പോൾ മുതൽ മനോജ് കാണുന്ന കാഴ്ചയാണ് കൃഷി. പക്ഷേ പരമ്പരാഗത കൃഷിരീതികളും വിപണന മാർഗങ്ങളും പരാജയമാകുമെന്ന് അനുഭവം മനോജിനെയും പഠിപ്പിച്ചു. ഏറെ പരിചിതമായ IT മേഖല തന്നെ കൃഷിക്കായി ഉപയോഗിച്ചാലോ എന്നായി അടുത്ത ആലോചന. പരീക്ഷണാടിസ്ഥാനത്തിൽ പറമ്പിൽ വിളഞ്ഞ കൂർക്ക ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ചു. കണക്കുകൂട്ടൽ തെറ്റിയില്ല. ആവശ്യക്കാർ കൂടിയപ്പോൾ കൂർക്ക തികയാതെ വന്നു. ആ പരീക്ഷണം നെൽകൃഷിയിലും ആവർത്തിച്ചു. അങ്ങനെ മനോജിന്റെ കോൾപ്പാടത്തെ നെല്ലുൾപ്പെടെയുള്ള കൃഷിവിളകൾ ഇപ്പോൾ ഓൺലൈൻ വിപണിയിലൂടെ ആവശ്യക്കാരുടെ കൈകളിൽ എത്തുന്നു. കൃഷി ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റീനെ, ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ കൂടി പറയാതെ മനോജിനെ പറഞ്ഞവസാനിപ്പിക്കാൻ ആകില്ല. ഭാഷാ കമ്പ്യൂട്ടിംഗ്, വിക്കിപീഡിയ, ഇത് രണ്ടിലും മനോജ് നൽകിയ സംഭാവന ആരെയും അമ്പരപ്പിക്കും. അതിനു പിന്നിലും മണ്ണിനോടും പ്രകൃതിയോടും മലയാള സംസ്കൃതിയോടുമുള്ള ആദരവും അഭിനിവേശവും തന്നെയായിരുന്നു. എന്റെ കമ്പ്യൂട്ടറിന് എന്റെ ഭാഷ എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ്. ആ സാധ്യതയാണ് മനോജ് പ്രയോജനപ്പെടുത്തുന്നത്. ഭാഷയോടും സംസ്കാരത്തോടും നാടിനോടുമുള്ള സ്നേഹം ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഭാഷയുടെ നിലനിൽപ്പ് ഇന്റർനെറ്റിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മാതൃഭാഷയിൽ ആശയവിനിമയത്തിന് അവസരമൊരുക്കി. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ഇതിനായി രൂപം കൊണ്ടുകഴിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളും ഐതിഹ്യമാലയുമെല്ലാം ലോകത്തെവിടെയിരുന്നും വായിക്കാൻ അങ്ങനെ ഇന്റർനെറ്റിൽ സൗകര്യമായി. മലയാളം വിക്കി സോഴ്സിലും മനോജ് സജീവമാണ്. വിക്കി പ്രോജക്റ്റുകൾക്കായി നിരവധി സംഭാവന നൽകി. വിക്കി ഗ്രന്ഥശാലയിൽ അഡ്മിനിസ്ട്രേറ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് സോഴ്സിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് ഇടപെടാൻ തുടങ്ങി. അപൂർവങ്ങളായ ഫോട്ടോകളൊക്കെ ഡിജിറ്റൽ കാഴ്ചയായി അവതരിപ്പിച്ചു. അങ്ങനെ മനോജിന്റെ പ്രവർത്തനങ്ങൾ വിക്കിപീഡിയ അധികൃതരും ശ്രദ്ധിക്കാൻ തുടങ്ങി. മുംബൈയിൽ വിക്കിമീഡിയ ഇന്ത്യ കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്തു. പ്രോജക്റ്റുകളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ പ്രത്യേക ക്ഷണിതാവായി മനോജിനെ വിക്കിപീഡിയ അധികൃതർ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിച്ചു. 100-ലധികം സ്കൂളുകളിലായി 1000-ലധികം കുട്ടികളെ സ്വതന്ത്ര കമ്പ്യൂട്ടിംഗിലേക്ക് ആകർഷിക്കാനും മനോജിനും കൂട്ടുകാർക്കും കഴിഞ്ഞു. മനോജിന് ഏകദേശം 6 വർഷമായിട്ട് വിക്കിപീഡിയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടറിയാം. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ മനോജ് എന്ത് കാര്യം വളരെ സെൻസിറ്റീവാണ്. പക്ഷേ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് എന്തും ചെയ്യും. എന്ത് കേസായാലും വിക്കിപീഡിയ ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ മനോജ് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തി ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ എന്നും ഒപ്പം നിർത്താൻ കഴിയുക, പുതിയ കൂട്ടുകാരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുക, അതൊക്കെയാണ് മനോജിന്റെ വ്യക്തിത്വം. 180-ലധികം പക്ഷികളെ കണ്ടെത്തിക്കഴിഞ്ഞു മനോജ്. പൂമ്പാറ്റകളെയും മത്സ്യങ്ങളെയുമെല്ലാം കൗതുകത്തോടെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഒപ്പം കൃഷി, ഭാഷാ കമ്പ്യൂട്ടിംഗ്, വിക്കിപീഡിയ. കാലത്തിന്റെ സ്പന്ദനമനുസരിച്ചുള്ള യഥാർത്ഥ നീക്കങ്ങളാണ് മനോജിന്റേത്. നഷ്ടപ്പെടുന്നു എന്ന് വിലപിക്കാനല്ല, നഷ്ടമാകാതെ നിലനിർത്താനുള്ള ശ്രമമാണിത്. മനോജിനെ വിശേഷിപ്പിക്കാം 1000 ചെറുപ്പക്കാരിൽ ഒരേ ഒരാളെന്ന്.
വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും വ്യത്യസ്തനാകുന്ന ഒരാൾ. മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയോട് സഹതപിക്കുകയല്ലാതെ ഒന്നും ചെയ്യാത്തവരുടെ ലോകത്തെ മാറ്റിമറിക്കുകയാണ് മനോജ് കരിങ്ങാമഠത്തിൽ. നഷ്ടമാകുന്ന ജൈവ വൈവിധ്യത്തെ തിരിച്ചറിഞ്ഞ് അത് നിലനിർത്താനാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രമം. മനോജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്കാരത്തെ നമസ്കരിച്ചുകൊണ്ട് അടുത്തയാഴ്ച വീണ്ടും.